ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് കേരള പളനിക്കാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ചോച്ചേരിക്കുന്ന് സ്ഥിതി ചെയ്യുന്ന കേരള പളനിക്കാണ് കേട്ടോ. ഞങ്ങളെ വീട് നാലുമണിക്കാറ്റിൻ്റെ അടുത്താണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ കയാക്കിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് നാലുമണിക്കാറ്റ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി നാലുമണിക്കാറ്റ് കൂടെയാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി അവിടെ നിന്ന് ഒരു ചായയും ഒരു പഴംപൊരിയും പാസ്സാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേരള പളനി. അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് ഈ ഇൻസ്റ്റ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ എത്തി. നമുക്ക് അടിവാരത്തൊരു ഗണപതി കോവിലുണ്ട്. നമ്മൾ അവിടെ തൊഴുതിട്ടാണ് മുകളിലേക്ക് കയറിയത്. നമ്മുടെ കേരള പളനി നമ്മുടെ ശരിക്കുള്ള പളനിയേക്കാളും അത്ര വലിപ്പമൊന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പളനി ഫീൽ നമുക്ക് ചെയ്യും കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ കയറി കാണുന്ന വ്യൂ മൊത്തം അടിപൊളിയാണ്. മഴ പെയ്ത കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ മഴക്കാലത്തൊക്കെ സ്റ്റെപ്പ് കയറാനായിട്ട്. പിന്നെ കേരളത്തിൽ ഏക മുണ്ടനം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേരള പളനി. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ മൊത്തം തൃശ്ശൂർ ജില്ലയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ അമ്പലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം മനോഹരമായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 9:30 ആകുമ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അന്നദാനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരത്തെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ടു. നമുക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളൊരു വഴിയുണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് തൊഴാൻ പറ്റും. ഞങ്ങളവിടെ നിന്ന് ഒരു പായസമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പോൾ പാൽപ്പായസമായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.